ഇറാനുമായുള്ള യുദ്ധം തുടരാൻ 20,000 കോടി ഡോളർ കൂടി അനുവദിക്കണമെന്ന് യു.എസ്. കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് പെന്റഗൺ. യു.എസ്. കോൺഗ്രസ് ആവശ്യം അംഗീകരിച്ചാൽ 3 ആഴ്ചയായി തുടരുന്ന യുദ്ധം കൂടുതൽ മുറുകും. ഇതുവരെ ഇറാനിലെ 7,800 കേന്ദ്രങ്ങളിൽ യു.എസ്. ആക്രമണം നടത്തുകയും 8,000-ലേറെ യുദ്ധവിമാനങ്ങളും 120-ലേറെ ഇറാൻ കപ്പലുകളും നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് യു.എസ്. സെൻട്രൽ കമാൻഡർ അറിയിച്ചു. ആദ്യ ആഴ്ചയിൽ മാത്രം ഏകദേശം 110 കോടി ഡോളറാണ് യു.എസ്. യുദ്ധത്തിനായി ചിലവഴിച്ചത്. പുതുതായി 20,000 കോടി ഡോളർ കൂടി അനുവദിച്ചാൽ ഇറാന്റെ GDP-യുടെ പകുതിക്ക് തുല്യമായ തുകയാകും യു.എസ്. ഈ യുദ്ധത്തിൽ ചെലവിടുക. 2025-ൽ ഇറാന്റെ GDP ഏകദേശം 35,600 കോടി ഡോളറായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാനുമായുള്ള യുദ്ധത്തിനാവശ്യമായ സൈനിക സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും കുറഞ്ഞുവരുന്ന ആയുധശേഖരം പുനഃസ്ഥാപിക്കാനുമാണ് ഇത്രയും തുക ആവശ്യപ്പെട്ടതെന്നാണ് പെന്റഗൺ പറയുന്നത്. യുദ്ധം തുടങ്ങി ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമേരിക്ക 12 ബില്യൺ ഡോളറിലധികം ചെലവഴിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ. അധിക ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെന്റഗണിന്റെ ഈ നീക്കം യു.എസ്. കോൺഗ്രസിൽ വലിയ എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയിലും സെനറ്റിൽ ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വെല്ലുവിളിയാകും. ഇറാൻ യുദ്ധത്തിന് പൊതുജനങ്ങൾക്കിടയിൽ വേണ്ടത്ര പിന്തുണയില്ലാത്തതും ഭരണകൂടത്തിന് തിരിച്ചടിയാണ്. വിദേശ രാജ്യങ്ങളിലെ സൈനിക ഇടപെടലുകൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയമാറ്റങ്ങളിൽ വിമർശിക്കുന്നവരുമുണ്ട്. മുമ്പ് യുക്രൈൻ യുദ്ധത്തിനായി ജോ ബൈഡൻ ഭരണകൂടം നൽകിയ സഹായത്തെ ട്രംപ് നിരന്തരം പരിഹസിച്ചിരുന്നു. 2022 മുതൽ യുക്രൈനായി 188 ബില്യൺ ഡോളറാണ് അമേരിക്ക ചെലവഴിച്ചത്. എന്നാൽ ഇറാൻ യുദ്ധത്തിനായി ഇതിലും വലിയൊരു തുക ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തികച്ചും വൈരുദ്ധ്യപരമായ നിലപാടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമം യു.എസ്. സെനറ്റിലെ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വോട്ടിംഗിലൂടെ തടഞ്ഞു. ട്രംപിന്റെ ലക്ഷ്യങ്ങളോ യുദ്ധം എത്ര കാലം നീണ്ടുനിൽക്കുമെന്നതോ വ്യക്തമല്ലെന്ന് ഡെമോക്രാറ്റിക് നേതാവ് ചക് ഷുമർ കുറ്റപ്പെടുത്തി. യു.എസ്. കോൺഗ്രസിൽ ഈ ഫണ്ട് പാസാക്കിയെടുക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകും. അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധത്തിന് കാര്യമായ പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾ ഈ സൈനിക നീക്കത്തെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ അനുകൂല നിലപാടാണെങ്കിലും സെനറ്റിൽ ബിൽ പാസാക്കാൻ ആവശ്യമായ 60 വോട്ടുകൾ എന്ന കടമ്പ എങ്ങനെ മറികടക്കുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ അമേരിക്ക ഇടപെടുന്നതിനെ ശക്തമായി എതിർത്തും യുക്രൈൻ യുദ്ധത്തിന് ബൈഡൻ ഭരണകൂടം നൽകിയ വലിയ സാമ്പത്തിക സഹായത്തെ വിമർശിച്ചുമാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ അമേരിക്കയ്ക്ക് 1,200 കോടി ഡോളറിലധികം ചെലവായിരുന്നു. പുതിയതായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ തുക പ്രസ്തുത ബജറ്റിന്റെ ഭാഗമാകുമോ എന്ന് വ്യക്തമല്ല. പുതിയ പാക്കേജിൽ ഇന്റലിജൻസ് വിഭാഗത്തിനായുള്ള ഫണ്ടും ഉൾപ്പെടുത്തണം. പെന്റഗൺ ഫണ്ട് ആവശ്യപ്പെടുന്നതിലൂടെ യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പറഞ്ഞു. യുദ്ധത്തിന് എത്രത്തോളം ജനസമ്മതി ഉണ്ടെന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരിക്കും കോൺഗ്രസിലെ ഈ ഫണ്ട് വോട്ടെടുപ്പ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പെന്റഗൺ പുതിയതായി ആവശ്യപ്പെട്ട ഫണ്ടിനോട് പ്രതിരോധ മന്ത്രാലയമോ വൈറ്റ് ഹൌസോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പണം വാരിയെറിഞ്ഞതുകൊണ്ട് മാത്രം ആയുധ നിർമ്മാണം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ലെന്നും മതിയായ തൊഴിലാളികളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ലഭ്യതയെ ആശ്രയിച്ചായിരിക്കും പ്രതിരോധ വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പശ്ചിമേഷ്യയിൽ വ്യോമാക്രമണങ്ങളും മിസൈൽ പ്രയോഗങ്ങളും ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് പെന്റഗണിന്റെ ഈ വെളിപ്പെടുത്തൽ. യുദ്ധം അവസാനിപ്പിക്കാൻ വ്യക്തമായ സമയക്രമം ഇല്ലാത്തത് സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രായേലുമായി ചേർന്ന് 3 ആഴ്ച മുൻപ് ആരംഭിച്ച സംയുക്ത സൈനിക നീക്കങ്ങളിൽ നിന്ന് ഉടൻ പിന്മാറില്ല. നിലവിൽ ആസൂത്രണം ചെയ്ത രീതിയിൽ തന്നെയാണ് സൈനിക നീക്കങ്ങൾ മുന്നോട്ടു പോകുന്നത്. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സൈന്യം ശരിയായ പാതയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.